ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ശ്വസനക്രിയ ചെയ്യാം. ശ്വസനക്രിയയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യോഗയിലെ ഒരു പാർട്ടാണ് ശ്വസനക്രിയ. ഇതിന് ഇമ്പോർട്ടൻസ് ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. തമിഴ്നാട് യൂണിവേഴ്സിറ്റി അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇത് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് യോഗ എൻ്റെ അടുത്ത് ചെയ്തവർ വന്ന് പറയുമ്പോഴാണ് എനിക്ക് അത് അതിൻ്റെ ഗുണം മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ പലർക്കും ഈ കയ്യിൽ ഈ റിസ്റ്റിൻ്റെ അവിടെയായിട്ടുള്ള നെർവ്സിന് വേദന വരാൻ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പേരുള്ള ഒരു അസുഖമാണ്. അതിന് ഓപ്പറേറ്റ് ചെയ്താണ് പലരും മാറ്റുന്നത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. സെയിം വേദന എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് യോഗ ചെയ്ത് പോയിട്ട് ഇപ്പോൾ 10-15 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ നന്ദിയോടെ എന്നെ വിളിക്കുന്നുണ്ട്. അതുതന്നെയല്ല, നമ്മൾ രാത്രി കിടക്കുമ്പോൾ കൈക്ക് വരുന്ന മരപ്പ്, കഴുത്തിനുള്ള വേദന, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാറും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ആ പർട്ടിക്കുലർ പോസ്റ്റർ ഞാൻ കാണിക്കാം. ആ പർട്ടിക്കുലർ പോസ്റ്ററിൽ കിടക്കുമ്പം നമ്മുടെ മാക്സിമം എക്സ്പാൻഡ് ചെയ്താണ് ലങ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഓക്സിജൻ കിട്ടുന്നു. ബ്ലഡ് ആയിട്ട് മാക്സിമം ഇത് നമ്മൾ എയർ ഇങ്ങനെ നമ്മൾ വിത്ത്ഹെൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എയർ വിത്ത്ഹെൽഡ് ചെയ്യുമ്പോഴത്തേനും മാക്സിമം ബ്ലഡ് ഓക്സിജനുമായിട്ട് എക്സ്ചേഞ്ച് നടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വയറ് ചൊക്കി ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സൈൽ ചെയ്യുക. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് ഗ്യാസും ഒക്കെ മാക്സിമം പുറത്ത് പൊക്കോളും. അതിനും പുറമെ ഏറ്റവും വലിയ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ആ പർട്ടിക്കുലർ പോസ്റ്ററിൽ കിടന്നിട്ട് കൈ മേളോട്ടും താഴോട്ടും ഞാൻ കാണിക്കുന്ന പോലെ വെക്കുമ്പോൾ, ഈ കാണിക്കുന്ന പോലെയല്ല, ഞാൻ കാണിക്കാം അതിൻ്റെ പോസ്റ്റർ. അങ്ങനെ വെക്കുമ്പോഴത്തേന് നമ്മുടെ ഹാർട്ടിൻ്റെ വോളിന് ഈ ഡയഫ്രം, നമ്മുടെ ഉള്ളിലെ ഡയഫ്രം മേളിലോട്ടും താഴോട്ടും വരുമ്പോൾ നല്ലൊരു മാസേജ് കിട്ടും. അത് നമ്മുടെ ഹാർട്ട് ഭിത്തികളിലുള്ള നെർവ്സ് വെസൽസിനെ വളരെ ബ്ലഡ് സർക്കുലേഷൻ ഈസി ആക്കുന്നതാണ്. അങ്ങനെ വലിയൊരു ഒരു മാസേജ്. അല്ലാതെ നമുക്ക് പുറമേ നിന്ന് ആ ഹാർട്ട് ഭിത്തിക്ക് വോളിന് മാസേജ് കൊടുക്കാൻ പറ്റുകയില്ല. ഞാൻ ഇതിൻ്റെ കാണിക്കാം. ആ കൈ പുറകോട്ട് വെക്കുമ്പോൾ കൈകൾ ഇന്നർ ആംസ്, അപ്പർ ആംസ് നമ്മുടെ ചെവിയെ മുട്ടിയിരിക്കണം. താഴോട്ട് വരുമ്പോഴും കൈ പുക്കിളിൻ്റെ താഴോട്ട് വലിച്ചു വെക്കണം. മാക്സിമം നമ്മൾ പുറകോട്ട് കൊണ്ടുവന്ന് കൈയുടെ പോസ്റ്റർ ഞാൻ കാണിക്കാം. കണ്ണിൻ്റെ മേളിൽ വരുമ്പോൾ തിരിച്ച് നമ്മൾ ഫ്ലോറിലോട്ട് വെക്കണം. ഫ്ലോറിൽ വെക്കുമ്പോൾ നമ്മുടെ ചെവിയെ മുട്ടിയിരിക്കണം, അപ്പർ ആംസിൻ്റെ ഇന്നർ ആം. ഓക്കെ, നമുക്ക് കാണാം. നമ്മൾ ഇതുപോലെ ഈ പോസ്റ്റർ കൈയെടുത്ത് 2 ഇന്നർ ആംസും ചെവി മുട്ടി ഫ്ലോറിലോട്ട് കൊണ്ടു വെക്കുക. ശ്വാസം ഫുള്ള് എടുത്തുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അത് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് വയറ് ചൊക്കി ശ്വാസം വിട്ടുകൊണ്ട് പുക്കിളിന് താഴെ കൊണ്ടുവന്ന് വെക്കുക. ശ്വാസം എടുക്കുകയും ചെയ്യൽ, വിടുകയും ചെയ്യൽ. അപ്പം മാത്രമാണ് ലങ്സിനൊരു റെസ്റ്റ് കിട്ടുന്നത്. തിരിച്ചും ഇതുപോലെ ശ്വാസം ഫുള്ള് എടുത്ത് കൊണ്ടേ വെക്കുന്നു. കുറച്ച് നേരം ശ്വാസം പിടിച്ചു വെക്കുന്നു. നല്ലതുപോലെ ഓക്സിജനും ബ്ലഡിൽ ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇങ്ങനെ 25 പ്രാവശ്യം മേളിലോട്ടും 25 പ്രാവശ്യം താഴോട്ടും കൈ വെക്കുക. അപ്പോൾ ശ്വസനക്രിയ തീർന്നു. ഓക്കെ.